പ്യാരെ ബച്ചോ ആദാബ്. ഉറുദു ദുനിയ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞു. എക്സാമിന് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്ന റിവിഷൻ ക്ലാസ്സുകളെല്ലാം വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞതിൽ കമന്റ് അറിയിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. ഇനി നമുക്ക് ഓരോ ക്ലാസ്സിന്റെയും എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് SSLC എക്സാമിനേഷന്റെ, അതായത് നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിനേഷന്റെ ഉറുദു ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. അപ്പോൾ ചില ചോദ്യങ്ങളെല്ലാം മക്കളെ വളരെയധികം പ്രയാസപ്പെടുത്തി എന്നറിയാം. എങ്കിലും നമുക്ക് അടുത്ത എക്സാമിന് മുന്നോടിയായിട്ട് നമുക്ക് അതെല്ലാം ചോദ്യങ്ങളെല്ലാം റിക്കവർ ചെയ്ത് നമുക്കതെല്ലാം പഠിക്കണം. നമുക്ക് ഓരോ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 1 മുതലുള്ള 4 വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചും കൂടെ സിമ്പിൾ ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2 जुमलകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ഗസൽ की आखिरी शेर को मक्त कहता है और बे ഗസൽ की आखिरी शेर में शायर अपना तखल्लुस इस्तेमाल करता है. നമുക്കറിയാം രണ്ടും ഗസലിനെ കുറിച്ച് നമ്മൾ റിവിഷൻ ക്ലാസ്സിന്റെ സമയത്ത് ടീച്ചർ അത് ആ 2 പോയിന്റ്സുകളും പറഞ്ഞതായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കും പഠിച്ചവർക്കും ഈ ഒരു ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. 2 സ്റ്റേറ്റ്മെന്റുകളും എന്ത് തന്നെയാണ്? ശരിയാണ്, സഹീഹ് ഹെ അല്ലേ. ഇനി ഓപ്ഷനിലേക്ക് നോക്കിയാൽ നമുക്കറിയാം അലിഫ് സഹീഹ് ഹെ ഔർ ബേ സഹീഹ് നഹി, അതല്ല, അലിഫ് ഔർ ബേ സഹീഹ് ഹെ, രണ്ടും ശരിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, അലിഫ് ഓർ ബേ സഹീഹ് ഹെ. അപ്പോൾ സെന്റൻസിന്റെ അർത്ഥം മക്കൾക്ക് അറിയുന്നുണ്ടാകും. ഗസലിനെ കുറിച്ച് ഗസലിന്റെ ആഖിരി ഷെയർ, അതായത് അവസാനത്തെ ഷെയറിനെ പറയുന്ന പേരെന്താണ്? മക്ത് അല്ലേ. പിന്നെ ഗസൽ കി ആഖിരി ഷെയർ में, അതായത് ഈ മക്തയിലാണ് ഷായർ തന്റെ തഹല്ലുസ് അതിൽ ഉപയോഗിക്കാറുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം നമ്മൾ സാധാരണ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം തന്നെയാണ്, പക്ഷെ അതിന്റെ പാറ്റേൺ ഒന്ന് ചെറുതാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. കാലിമ നമുക്ക് തന്നിട്ടുള്ളത് അലിഫ് എന്ന കോളത്തിലും അതേപോലെ തന്നെ അതിന്റെ കിർദാറുകളെ നമുക്ക് ബെ എന്ന കോളത്തിലുമാണ് തന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അഫ്സാനയിലുള്ള ഒരു ഡയലോഗാണ്. റുപ്പയെ ക്യാ യഹാം ഫൽത്താഹെ അല്ലേ. ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ജുമ്മൻ ഷെയ്ഖാണ്. അപ്പോൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തത്, ഇതും റിവിഷൻ ക്ലാസ്സിന്റെ സമയത്ത് ടീച്ചർ പ്രത്യേകം നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് ഈ ഒരു ആൻസറും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ചുപ്കെ ചുപ്കെ രാത് ദിൻ ആंसू बहाना याद है, हमको अब तक आशिकी का वो जमाना याद है, बच्चों ये एक मशहूर गजल का शेर है, उसका शायर कौन है? ഗാലിബാണോ, ഹാലിയാണോ, ഹസ്രത്ത് മൊഹാനിയാണോ, മീർ തഖി മീറാണോ? ആരാണ്? ഹസ്രത്ത് മൊഹാനി അല്ലേ. അപ്പോൾ ഇത് പ്രത്യേകം ആ റിവിഷൻ ക്ലാസ്സിന്റെ സമയത്ത് പ്രത്യേകം ഹസ്രത്ത് മൊഹാനിയുടെ ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത സമയത്ത് ഈ ഒരു ഷെയറും ടീച്ചർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചവർക്ക് ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇനി അടുത്ത ഭാഗം നോക്കാം. പിന്നെ 4ാമത്തെ ചോദ്യം, ഇതും റിവിഷൻ ക്ലാസ്സിന്റെ സമയത്ത് ലാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം പോകാനെന്ന്. ജയ് ജവാൻ ജയ് കിസാൻ ലേ ഏ കിസ്ക മഷൂർ കൗൽ ഹെ, ആരതാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണോ, ലാൽ ബഹാദൂർ ശാസ്ത്രിയാണോ, ബാലഗംഗാധർ തിലകാണോ, ജവഹർലാൽ നെഹ്റു ആണോ? ലാൽ ബഹാദൂർ ശാസ്ത്രി അല്ലേ. 4 പേരുടെ കൗലുകൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ടായിരുന്നു. അത് ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞിരുന്നു അല്ലേ. ഇനി 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏക്ക് യാ ദോ ജുംലോമെ ലിഖിയെ അല്ലെ, 1-2 സെന്റൻസുകൾ അതിന് ഉത്തരം എഴുതിയാൽ മതി. 5ാമത്തെ ചോദ്യം നോക്കാം. യോമെ ഇത്ഫാൽ के मौके पर स्कूल में एक जलसा होने वाला है, उस जलसे के लिए प्लकार्ड तैयार करना, प्लकार्ड के लिए 2 जुमले लिखिए അല്ലെ. യോമ ഇത്ഫാലിന് വേണ്ടിയിട്ട് നമുക്ക് അതിനോടനുബന്ധിച്ച് ഒരു ജലസ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ജലസയ്ക്ക് വേണ്ടിയിട്ട് 2 പ്ലക്കാർഡുകൾ തയ്യാറാക്കാൻ, 2 പ്ലക്കാർഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ജുംലകൾ തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ടീച്ചറും തയ്യാറാക്കിയത് നോക്കൂ. ബച്ച ഹുദാ കി നിഅമത്ത് ഹെ അല്ലെ, കുട്ടികൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ബച്ചോം കി ഹിഫാസത്ത് ദുനിയ കി ഹിഫാസത്ത്, കുട്ടികളുടെ സംരക്ഷണമാണ് നമ്മുടെ ലോകത്തിന്റെയും സംരക്ഷണം. അപ്പോൾ ഇതേപോലെയുള്ള 2 സെന്റൻസുകൾ നിങ്ങൾ തയ്യാറാക്കിയിരിക്കുക. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യത്തിൽ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് നശ ഇൻസാൻ കി സെഹത്ത് ഖാൻദാൻ और पूरे समाज के लिए एक खतरनाक जहर है, नशा के खिलाफ लोगों को बेदार करने के लिए 2 नायरे तैयार कीजिए അല്ലേ. അപ്പോൾ നശയ്ക്കെതിരായിട്ട് ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 നായരകളാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. നശ ഹമാരി ബർബാദി ഹെ, നശ എന്ന് പറയുന്നത് നമ്മുടെ നാശം തന്നെയാണ്. നശ ഏക സമാജി ലയനത്തെ ഹെ, നശ എന്ന് പറയുന്നത് ഒരു സാമൂഹിക വിപത്താണ്. നശ സിഹത്ത് കി ബർബാദി, നമ്മുടെ ആരോഗ്യത്തിന്റെയും നാശമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. നോയെ ബഷീർ കോ ഇസ്സത്ത് ഇസ്മത്ത് കുവ്വത്ത് ദേനെ വാലേ ഹെ, ജിൻ ചെഹരോം പേ ഗിർദ് ജമീ ഹെ, ജിൻ ഹാത്തോം പർ ചാലേ ഹെ,
അല്ലേ, നമ്മുടെ മെഹനത്ത് കി അസ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ നസ്മിലുള്ള 2 വരികളാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, ഷീർ ഗൗർ സെ പഠിയെ ഷീർ കി റോഷനി മേ മെഹനത്ത് കി ശ്ലോകോം കി അസ്മത്ത് പർ അപ്പനെ ഖയാലാത്ത് പേഷ് കീജിയെ. അല്ലേ, അതായത് മെഹനത്ത് കി ശ്ലോകോം കി അവരുടെ മഹത്വത്തെ കുറിച്ചിട്ടാണ് നിങ്ങളോട് ഈ വരികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസറൊക്കെ മക്കൾ എഴുതിയിട്ടുണ്ടാവും. ടീച്ചർ എഴുതിയത് നോക്കൂ. ഇസ് ഷേർ മേ ഷായർ മെഹനത്ത് के श्लोकों की अजमत पर बयान की है. അല്ലേ, ഷായർ कहता है कि मेहनत के श्लोकों के चेहरों पर गिर्द जमी है. അല്ലേ, അതായത് ഈ ഷായർ ഇതിൽ പറയുന്നത് മെഹനത്ത് के श्लोकों के चेहरों पर അവിടെ മുഖത്ത് എപ്പോഴും എന്തുണ്ടാവും, ഗിർദ് ജമി പൊടി പടലങ്ങൾ പിടിച്ചതായിരിക്കും. അവർ ഉൻകെ ഹാത്തോം पर चाले അവരുടെ കൈകൾ എപ്പോഴും തഴമ്പ് പിടിച്ചതായിരിക്കും. वो सख्त मेहनत से हमें यानी നോഹെ ബഷീർ കോ ഇസ്സത്ത് ഹെ ഇസ്മത്ത് ഹെ और കുവ്വത്ത് ദേത്തെ ഹെ. അല്ലെ, അവരുടെ ആ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ മനുഷ്യവർഗത്തിന് നമുക്ക് അന്തസ്സും നമ്മുടെ മഹത്വവും നമ്മുടെ കഴിവുകളെല്ലാം നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഭീംറാവ് അംബേദ്കർ और उसका भाई बैलगाड़ी में सफर कर रहा था. सफर के दौरान गाड़ी वाले उन दोनों का गाड़ी से नीचे उतार दिया. അല്ലെ, എന്തായിരുന്നു അതിന്റെ കാരണം എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. गाड़ी वाले ने उन दोनों को गाड़ी से क्यों नीचे उतार दिया. വളരെ സിമ്പിൾ ആണ്, നമുക്കറിയാം അന്നത്തെ കാലത്ത് ഉസ് ജമാനെ में जात पात का निजाम राइज थी. അല്ലെ, उसलिए उन दोनों नीचे जात की आदमी थे. അല്ലെ, इसलिए उन दोनों को गाड़ी से उतार दिया. ഇനി അടുത്ത ചോദ്യം നോക്കാം. 8 A ചോദ്യമാണ്. लाइकोर ने बादशाह से कहा, मुल्क की तौसीर के साथ साथ रियाया की खुशहाली का भी ख्याल रखिए. അതായത് രാജ്യത്തിന്റെ വ്യാപനം, അതായത് രാജ്യം ഇങ്ങനെ വെട്ടിപ്പിടിച്ചടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രജകളുടെ സന്തോഷവും നമ്മൾ കണക്കിലെടുക്കണം. അതിനെ നമ്മുടെ മൗജൂദ ദൗർമേ ലായ്ക്കോർ കെ സ്കൗൽ കി ക്യാ അഹമിയത്ത് ഹെ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തോടെ ലൈക്കോറിന്റെ ഈ ഒരു കൗലിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അതിനൊന്ന് വിശകലനം ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഇതൊന്ന് നോക്കൂ. लाइकोर के इस कौल मौजूदा दौर में बहुत ज़्यादा अहमियत है. ലൈക്കോറിന്റെ ഈ ഒരു വാചകം ഇന്നത്തെ കാലഘട്ടത്തോട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ആജ് കെ ഹുക്കൂമത്ത്, ഇന്നത്തെ ഭരണം മുൽക്ക് കെ തൗസീർ സെ ജ്യാദ, മുൽക്കിന്റെ തൗസീനേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രജകളോടുള്ള ആ ഒരു സ്നേഹവും അവരുടെ സന്തോഷവും തന്നെയാണ്. ക്യോങ്കെ, ഇന്ന് എന്തുകൊണ്ടെന്നാൽ ആജ് കെ ഹുക്കൂമത്ത്, ഇന്നത്തെ ഹുക്കൂമത്തുകൾ താലീം എന്നൊരു വിദ്യാഭ്യാസത്തിനും സിഹത്ത് നമ്മുടെ ആരോഗ്യത്തിനും ഇൻസാഫ് നീതിക്കും വേണ്ടിയിട്ട് ശ്രദ്ധ പുലർത്തുന്നുണ്ട്. തവജ്ജ ദേതേ ഹെ. इसलिए हमारे मुल्क में गरीबी दूर करने को सकते. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ലൈക്കോറിന്റെ ആ ഒരു കൗലിനെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മൗജൂദ ദൗറുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അതാണ് അവിടെ എഴുതേണ്ടത്. ചോദ്യങ്ങൾ പല കുട്ടികൾക്കും അത് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ചോദ്യങ്ങളൊക്കെ വരിക. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലൈക്കോർ എക്ക് റോട്ടി ലായ, ലൈക്കോർ റോട്ടി കൊണ്ടുവന്നു. അവർ കഹാക്ക്, അദ്ദേഹം പറഞ്ഞു, ഈ റോട്ടി രാജാക്കി നാ ബൈനായി ദൂർ കർണേക്കയിലെ, രാജാവിന്റെ അന്ധതയെ അകറ്റാനുള്ള റോട്ടിയാണിത്. ഓ ഐസ ക്യോം കഹത്തെ, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഉസ് ജുംലേക്ക് തഷ്രീഖി ജി. അപ്പം നമുക്കറിയാം മുകളിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം, നമ്മുടെ ആ കഥയിലെ രാജാവ് എങ്ങനെയുള്ള ആളായിരുന്നു. മുൽക്കിക്ക് തൗസീമെ വോ ജ്യാദ തവജ കർത്തേത്തെ. അല്ലെ, അദ്ദേഹത്തിന്റെ ശ്രദ്ധ എപ്പോഴും രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു. അല്ലെ, പ്രജകളുടെ അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ സന്തോഷം എന്താണെന്ന് ഒരിക്കൽ പോലും ആ രാജാവ് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആൻസർ നമുക്ക് എഴുതേണ്ടത്. ഇതിന്റെ ആൻസർ ഒന്ന് നോക്കൂ. लाइकोर ने ऐसा कहा कि क्योंकि इस कहानी में राजा सिर्फ अपनी सल्तनत को तवसी करने के ख्याल में गम रहा करता था. അദ്ദേഹം തന്റെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ എപ്പോഴും ചിന്ത. അദ്ദേഹത്തിന്റെ ചിന്തയും അദ്ദേഹം ആ ഒരു പ്രവൃത്തിയിലായിരുന്നു എപ്പോഴും മുഴുകിയിരുന്നത്. രാജാക്കോ അപ്പനെ മുൽക്കിക്ക് രായാക്കി ഭൂക്ക്, തന്റെ പ്രജകളുടെ വിശപ്പോ അഫ്ലാസ് എന്ന് പറഞ്ഞാൽ പട്ടിണി, അല്ലെ, അഫ്ലാസോ അവർ തങ്ക് ദസ്തി, അവരെന്തൊക്കെ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത്, ദിഖായി നെഹീം ദേത്തി, ഇതൊന്നും അദ്ദേഹം കണ്ടിരുന്നില്ല. അസൽ മീൻ, യാഥാർത്ഥ്യത്തിൽ ഉൻകി നാ ബൈനായി, തന്റെ അന്ധത എന്ന് പറയുന്നത് റിയായാക്കി ഹെദമത്ത് പറഹെ, അല്ലെ, പ്രജകളോടുള്ള സേവനത്തിലായിരുന്നു. യാനി, അതായത് മുൽക്കിക്ക് തൗസീക്ക് സാത്ത് സാത്ത്, മുൽക്കിന്റെ തൗസീനോടൊപ്പം തന്നെ റിയായാക്കി ഹൂഷ് ഹാലി കാബി ഹയാൽ ഡഗ്ന ചാഹി, അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അതായത് പ്രജകളോടുള്ള ആ ഒരു സന്തോഷവും സ്നേഹവും അദ്ദേഹം അതിനോടൊപ്പം തന്നെ നിലനിർത്തേണ്ടതാണ്. അല്ലെ, ഓരോ ഭരണാധികാരികളും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്.
ഇനി അടുത്ത ചോദ്യം നോക്കൂ, 4 ലൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കോയി ഭി ഘർ ഹോ ദിവാലി കെ ദിയെ ജൽത്തെ थे ईद भर देती थी सीनों में उजाले क्या किया रंग होली का हर एक दिल में बिखर जाता था चेहरे चेहरे पे दमक उड़ते थे लाके क्या किया. ഉൻ അഷാർ മേ ഷായർ കിൻ കിൻ തഹ്വാറോം കാ സിക്ർ കിയാ ഹൈ. ഈ അഷാറുകളിൽ ഷായർ ഏതൊക്കെ ആഘോഷങ്ങളെ കുറിച്ചിട്ടാണ് പരാമർശിച്ചിട്ടുള്ളത്? ഹിന്ദുസ്ഥാൻ മേ ഹർ മസ്ഹബ് കെ ലോഗ് മിൽജുൽ കർ തഹ്വാർ മനാത്തെ ഹൈ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകതയാണ് എല്ലാ മതവിഭാഗങ്ങളും ഒത്തൊരുമിച്ചിട്ടാണ് നമ്മൾ ഓരോ ആഘോഷങ്ങളും ആഘോഷിക്കാറുള്ളത്. ബച്ചോ മിൽജുൽ കർ തഹ്വാർ മനാനെ സെ ക്യാ ക്യാ ഫായിദേ ഹോത്തേ ഹേ. നമ്മൾ ഒത്തൊരുമിച്ച് ഇങ്ങനെ ഓരോ ആഘോഷങ്ങളും ഇങ്ങനെ ആഘോഷിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത്? സവാലോം കി രോഷ്നിമേം. ഈ ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ അഷാർ കാ മഫ്ഹൂം തയ്യാർ കീജിയെ. ഈ വരികളുടെ മഫ്ഹൂം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം ഒന്ന് നോക്കൂ. ഉസ് ഷേർ മേം, ഈ ഒരു ഷേറിൽ ഷായർ ഏത് ഹോളി ദീവാലിക്ക് ബാരമേ സിക്കർ കിയാ ഹെ. ഏതിനെ കുറിച്ചും ഹോളിയെ കുറിച്ചും ദീവാലിയെ കുറിച്ചിട്ടുമാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ മേ കൈ മസ്ഹബ്, ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്. ലേക്കിൻ ഹിന്ദുസ്ഥാൻ മേ ഹർ മസ്ഹബ് കെ ലോഗ് മിൽ ജുൽക്കർ തഹ്വാർ മനാത്തെ ഹെ. അങ്ങനെയാണെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളും അവിടെ ആഘോഷങ്ങൾ ഒത്തൊരുമിച്ചിട്ടാണ് ആഘോഷിക്കാറുള്ളത്. ഈ ഹമാരെ മുൽക്ക് കെ ഏക് ഖാസ് ഹുസൂസിയത്ത് ഹെ ഇസ്ലിയെ ലോഗോം കെ ദർമിയ മുഹബ്ബത്ത് ഭായി ചാരകി और ഇത്തിഫാക്ക് ബഡ്ത്തി ഹെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹവും സാഹോദര്യവും ഐക്യവും എല്ലാം ഇന്ന് വർദ്ധിച്ചു വരുന്നത്. മിൽജുൽക്കർ തഹ്വാർ മനാനസെ നഫ്രത്ത് കം ഹോത്തി ഹെ. നമ്മളിങ്ങനെ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നത് കൊണ്ട് ഉള്ളൊരു പ്രയോജനം എന്തെന്ന് വെച്ചാൽ നഫ്രത്ത്, വെറുപ്പ് കം ഹോത്തി ഹെ, വെറുപ്പിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു ആപ്പസ്മേം ഹം സമജ് സക്തേ ഹേ, നമുക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. और मुल्क में अमन और अमान का खुशहाली कायम रखती है. നമ്മുടെ രാജ്യത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും ഒരു സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയെ നമുക്ക് എപ്പോഴും ഇവിടെ നിലനിർത്താനായിട്ടും സാധിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ മഫ്ഹൂം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹസ്രത്ത് മൊഹാനിനെ സൗദാഗിർ സെ കഹാ. ഹസ്രത്ത് മൊഹാനി സൗദാഗിറിനോട് പറഞ്ഞു, ഘാ ലോ ഫക്കീറോ കാ ഖാന തും റയീസ് നെ ഘാ സകോങ്കെ ആപ്കെ ഖയാൽ മേ ഹസ്രത്ത് മൊഹാനി സൗദാഗിർ സെ ഇസ ക്യോം കഹത്തെ ഹെ വാസി കീജിയെ. അപ്പോൾ ഈ ഒരു കൗല് എന്തുകൊണ്ടാണ് സൗദാഗിറിനോട് പറഞ്ഞത് ഹസ്രത്ത് മൊഹാനി? അപ്പോൾ ഇതിൻ്റെ ആൻസർ റിവിഷൻ ക്ലാസ്സിൻ്റെ സമയത്ത് ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ കാണണമെന്നുണ്ടെങ്കിൽ ആ റിവിഷൻ ക്ലാസ് ഒന്നും കൂടെ പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പം ചാനലിൽ പോയാൽ കാണാം ആ ഒരു റിവിഷൻ ക്ലാസ് മക്കൾക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾ ആ ഒരു റിവിഷൻ ക്ലാസ്സും തീർച്ചയായും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവാം കെ മസായിൽ പേഷ് കർണേമേ മീഡിയ ക അഹം റോൾ ഹെ. അല്ലേ, നമ്മുടെ അവാം കെ മസായിൽ, നമ്മുടെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് അത് അവതരിപ്പിക്കുന്നതിൽ മീഡിയയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മൗജൂദ ദൗർമേ മീഡിയ കി അഹമിയത്ത് പർ അപ്പനെ ഹയാലാത്ത് വാസേ കീജിയെ. നമ്മുടെ ഇന്നത്തെ മൗജൂദ ദൗർമേ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ മീഡിയയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കൂ. അവാം കെ മസായിൽ പേഷ് കർണമേ മീഡിയ കാ അഹം റോൾ ഹെ. അല്ലേ, അവാമിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അവതരിപ്പിക്കുന്നതിൽ മീഡിയയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മൗജൂദ ദൗർമേ മീഡിയയ്ക്ക് അഹമിയത്ത് ബഹുത് ബഡാ ഹെ. മീഡിയയ്ക്ക് ജരിയെ, മീഡിയയിലൂടെയാണ് ദുനിയയ്ക്ക് സാരെ ഖബർ ഹമേ മിൽത്തേ ഹെ. അല്ലേ, ദുനിയയിലുള്ള ലോകത്തിലുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നത്. ഈ സമാജ് മേ ഹോനെ വാലി നാ ഇൻസാഫി ദൂർ കർ സക്തേ. അതുകൊണ്ട് തന്നെ നമുക്ക് സമൂഹത്തിലുള്ള എല്ലാ അനീതികളും നമുക്ക് ദൂരെയാക്കി മാറ്റി നിർത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ക്യോങ്കെ മീഡിയ സെ ഹമാരെ മസായിൽ യാനി അവാം കെ മസായിൽ ഹുക്കൂമത്ത് തക്ക് പਹੁഞ്ചതാ ഹെ. അതായത് നമ്മുടെ ഇന്നത്തെ അവാമുകളുടെ, പൊതുജനങ്ങളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളെല്ലാം ഭരണാധികാരികളുടെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മീഡിയകളുടെ സഹായം നമുക്ക് അത്യാവശ്യമാണ്. അല്ലേ, മീഡിയ के जरिए അവാം को अपने हक और इंसाफ हासिल कर सकते हैं. മീഡിയയുടെ സഹായത്തോടു കൂടെ തന്നെയാണ് ആളുകൾക്ക് അവരുടെ അവകാശങ്ങളും നീതികളും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ചോദ്യം, വർസിഷ് और मुतवाज़िन ग़ज़ा. इस मौजू पर हेल्थ सेंटर के मातहत एक बेदारी പ്രോഗ്രാം മുനഅഖദ് ഹോ രഹാ ഹെ. അതായത് വ്യായാമവും അതേപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം. ഇസ് മൗസൂ പർ, ഈ ഒരു ടോപ്പിക്കിൽ ഹെൽത്ത് സെന്ററിന്റെ കീഴിൽ ഒരു ബേദാരി പ്രോഗ്രാം, ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്. मशहूर डॉक्टर जुलेहा बेगम ലോഗോം സെ മുഹാത്തിബ് കരേങ്കി. ഉസ് പ്രോഗ്രാം के लिए एक പോസ്റ്റർ തയ്യാർ കീജിയെ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളോട് ഒരു പോസ്റ്റർ തയ്യാറാക്കാണ് പറഞ്ഞിട്ടുള്ളത്. റിവിഷൻ ക്ലാസ്സിൻ്റെ സമയത്ത് എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത്, എന്തൊക്കെയാണ് ഒരു പോസ്റ്റർ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം നിങ്ങൾ കാണണം. ഇവിടെ കുറച്ച് സൂചകങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത്. ഉൻവാന് വേണം, അല്ലെ തലക്കെട്ട്, അല്ലെ മക്കാം എന്ന് പറഞ്ഞാൽ സ്ഥലം, താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്, और മക്കാലയ്ക്ക് പേഷ്കഷ് എന്ന് പറഞ്ഞാൽ മക്കാല
അവതരിപ്പിക്കുന്നതിനുള്ള മക്കാല അവതരണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് മക്കൾ ആ ഒരു പോസ്റ്റർ അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹമാരി സെഹത്ത് കോ ബർക്കറാർ രഖ്നെ കെ ലിയെ ഹമേ വർസിഷ് और मतवाज़िन ग़ज़ा का ख्याल रखना ജരൂരി ഹെ അല്ലെ. നമ്മുടെ ആരോഗ്യം നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഹമേ വർസിഷ് എന്ന് പറഞ്ഞാൽ വ്യായാമം और मतवाज़िन ग़ज़ा അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി, അത് നമ്മൾ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഉസ്കി അഹമിയത്ത് पर एक ऐलाननामा तैयार कीजिए. അപ്പോൾ നമുക്ക് തയ്യാറാക്കേണ്ടത് ഒരു ऐलाननामा, അറിയിപ്പാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് സൂചകങ്ങളായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് സെഹത്ത് മന്ത് അസ അല്ലേ, നമുക്ക് നല്ല ആരോഗ്യം തരുന്ന ഭക്ഷണങ്ങൾ, നീന്ത്, മതിയായ ഉറക്കം നമുക്ക് അനിവാര്യമാണ്. അവർ മാഹോൽ കി സഫായി, നമ്മുടെ ചുറ്റുപാടിന്റെ വൃത്തി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാ ഒരു ഏലാനാമ തയ്യാറാക്കാൻ നോക്കാം. ഭായിയോ ഓർ ബഹനോ, സഹോദരന്മാരെ, एक इत्तला दी जाती है, ഒരു വിവരം നിങ്ങൾക്ക് നൽകുകയാണ്. कि सेहत खुदा की एक नियामत है. സിഹത്ത് എന്ന് പറയുന്ന, ആരോഗ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു നിയമത്താണ്, ഒരു അനുഗ്രഹമാണ്. അച്ചി സിഹത്ത് കേലിയ, നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ വർസിഷ് അല്ലെ, റോസാന വർസിഷ്, നിത്യം നമുക്ക് എന്ത് വേണം, വർസിഷ് കർണ, ക്യാ ഹെ വർസിഷ്, വ്യായാമം അല്ലെ. മുത്തവാസിൻ ഗസ, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി നമുക്ക് അത്യാവശ്യമാണ്. और पूरी नींद ज़रूरी है, മതിയായ ഉറക്കവും നമുക്ക് അത്യാവശ്യമാണ്. और इसके साथ साफ और ताज़ा खाना चाहिए, നമ്മൾ നല്ല വൃത്തിയുള്ളതും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഭക്ഷണവും നമുക്ക് അത്യാവശ്യമാണ്. और सफाई का ख्याल रखना चाहिए, ഈ ഒരു കാര്യങ്ങളിലെല്ലാം നമ്മൾ ആ ഒരു വൃത്തി നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകണം. और सेहतमंद ग़ज़ा जिस्म को ताकत देती है, നമുക്ക് ശക്തി തരുന്നത് നമ്മുടെ സെഹത്ത്മന്ത് ഗസകളാണ്, അതായത് നമ്മൾ ആരോഗ്യമുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ശക്തി അല്ലെ, തോക്കത്ത് ദേത്തി ഹെ, നമുക്ക് ശക്തിയെല്ലാം നൽകുന്നു. അവർ ബീമാരിയോം സെ ബച്ചാത്തി ഹെ, നമ്മുടെ രോഗാവസ്ഥകളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കുന്നു. ആയേ ഹം സബ് മിൽക്കർ സെഹത്ത് മന്ത് ജിന്ദഗി അപ്നായി, നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം നമുക്ക് സ്വായത്തമാക്കാം. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഏലാനാമ തയ്യാറാക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. टूटे हुए दिलों को मोहब्बत से जोड़ दो, जो हर अमल के अपने दिखाते चले चलो. उस शेर के जरिए शायर क्या पैगाम देते हैं. ഈ ഒരു ഷെയറിലൂടെ ഷായർ എന്ത് പൈഗാമാണ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഷായറിനെ ദിലോം കോ ജോഡ്നെ കെ ലിയെ ക്യാ തജ്വീസ് ദി ഹെ, മനസ്സുകളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. സവാലോം കി റോഷ്നിമേ ഷെയർ ക മഫൂം അപ്പനെ അൽഫാസിനെ ലിഖിയെ. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഷെയറിന്റെ മത്ലബ് മഫൂമുകൾ മക്കൾ എഴുതേണ്ടത്. അതെങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് നോക്കൂ. ഈ ഷെയർ നസ്മ ദർസെ അമൽ സെ ലിയാ ഗയാ ഹെ അല്ലെ, നമുക്കറിയാം ദർസെ അമൽ എന്ന് പറഞ്ഞിട്ടുള്ള നസ്മിൽ നിന്നാണ് ഈ വരികൾ എടുത്തിട്ടുള്ളത്. ഈ നസ്മ ഉറുദു के मशहूर शायर सादत नज़ीर ने लिखा है. शायर उस शेर में कहते हैं कि हमें टूटे हुए दिलों को मोहब्बत के जरिए जोड़ना चाहिए. നമ്മൾ പൊളിഞ്ഞു പോയിട്ടുള്ള, അതായത് പൊട്ടിപ്പോയിട്ടുള്ള മനസ്സുകളെ നമ്മൾ സ്നേഹം കൊണ്ടാണ് നമ്മൾ അവയെ ഒന്നിപ്പിക്കേണ്ടത്. അപ്പനെ അമൽ ഹമേഷ ദൂസറോം കേലിയെ ഹോന ചാഹി, നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും, ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും, ദൂസറോം കേലിയെ ഹോന ചാഹി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആഗ്രഹിക്കണം. ഓർ അപ്പനെ അമൽ സെ, തൻ്റെ പ്രവൃത്തികളിലൂടെ അപ്പനെ ഹോബിയോം കോ സാഹിർ കരോ, തൻ്റെ ഹോബിയോം, തൻ്റെ ഗുണങ്ങളെ നമ്മൾ പ്രകടിപ്പിക്കുക എങ്ങനെയാണ്, തൻ്റെ പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം ഒരു കിർദാർ നിഗാരി എഴുതാനാണ്. പഞ്ചായത്ത് മുൻഷി പ്രേംചന്ദ് ക ഏക് മഷഹൂർ അഫ്സാന ഹെ അല്ലേ, പഞ്ചായത്ത് എന്ന് പറയുന്ന മുൻഷി പ്രേംചന്ദിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അഫ്സാനയാണ്. ഉസ് അഫ്സാനെ में इंसाफ की अहमियत का खूब बयान किया है. बच्चों, उसमें आपका पसंदीदा किरदार कौन है, क्यों, किरदार की खसूसियात लिखिए. അപ്പോൾ ഇതിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ടീച്ചർ എഴുതിയിട്ടില്ല, കാരണം അത് റിവിഷൻ ക്ലാസ്സിൻ്റെ സമയത്ത് ആ ഒരു വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആൻസറിനായിട്ട് മക്കൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ മക്കൾ കാണേണ്ടതാണ്. ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. അടുത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് വിശദീകരിച്ച് എഴുതാനുള്ള ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ്. 14 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 14ാമത്തെ ചോദ്യം നോക്കൂ. ആസാദി की लड़ाई में उर्दू अखबारात सफ़े अव्वल पर थे. आज़ादी के जद्दोजहद में अखबार ने अवाम को बेदार किया. बच्चों, हिंदुस्तान की जंग आज़ादी में उर्दू अखबारों की खिदमत के बारे में आप और क्या क्या जानते हैं. അതായത് ഹിന്ദുസ്ഥാൻ കി ജംഗ് ആസാദി में ആ ഒരു കാലഘട്ടത്തിൽ ഉറുദു അഖ്ബാറുകളുടെ സേവനങ്ങൾ എത്രത്തോളം ഉണ്ട്, ആ ഒരു ഉത്തരമാണ് അവിടെ എഴുതേണ്ടത്. എങ്ങനെ എഴുതാന്നുള്ളതൊന്ന് നോക്കാം.
हिंदुस्तान की जंग आज़ादी में उर्दू अखबारात ने अहम रोल अदा किया है। आज़ादी की लड़ाई में उर्दू अखबारात सफ़े अव्वल पर थे और अंग्रेज़ों के खिलाफ आवाज़ उठाने के लिए മുഹമ്മദ് ബാക്കിറിനെ ദില്ലി അഖ്ബാർ ജാരി കിയ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു സംഭവങ്ങളാണ് ടീച്ചറോട് എഴുതിയിട്ടുള്ളത്. ദില്ലി अखबार उर्दू सहाफत की तारीख में एक संख मेल की हैसियत रखता है और अबुल कलाम आज़ाद के अल हिलाल और अल बलाग जैसे अखबारात ने अवाम को बेदार करने और उनमें आज़ादी के जज्बा पैदा करने का काम किया है और हसरत मोहानी और मौलाना अबुल कलाम आज़ाद जैसे सहाफ़ियों ने अपने कलम को तलवार की तरह इस्तेमाल किया और ഹുക്കുംറാനോം കെ ഖിലാഫ് ആവാസ് ഉഡായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്. ആ പത്രങ്ങളുടെ പേരുകൾ, ആരൊക്കെയാണ് ആ പത്രങ്ങളുടെ ഓണറുകൾ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയാൽ അതിൻ്റെ ആൻസറായി. ഇനി അതിൽ തൊട്ടടുത്ത ചോദ്യം നോക്കൂ. റൊണാൾഡോനെ കഹാ കെ മേരി സലാഹിയത്ത് पर माम को पूरा यकीन था. उनके इस यकीन ने मुझे दुनिया का मशहूर खिलाड़ी बना दिया. बच्चों, हर एक की कामयाबी पर किसी का हाथ जरूर होगा. എല്ലാവരുടെ വിജയങ്ങൾക്ക് പിന്നിലും ഒരു കൈയുണ്ടെന്ന് പറയുന്നത് എന്തായാലും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. आपकी जिंदगी में भी किसी शख्स ने जरूर मुतासर किया होगा. നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം. ഐസെ ഏക്ക് ഷഖ്സ് കി ബാരെ में लिखिए. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പേനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഉമ്മേനെ കുറിച്ചിട്ടോ ഒക്കെ എഴുതാം. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ഇനി തൊട്ടടുത്ത ചോദ്യം നോക്കാം. റൊണാൾഡോ കി കാമിയാബി ഉൻകി മെഹനത്ത് ക ഫൽ ഹെ. റൊണാൾഡോയുടെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് കിട്ടിയതാണ്. ജിന്ദഗി में कामयाबी हासिल करने के लिए मेहनत और मुसलसल कोशिशों की बड़ी अहमियत है. അതായത് നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ കരസ്ഥമാക്കുന്നതിന് നമുക്ക് മെഹനത്ത്, അധ്വാനവും അതേപോലെ തന്നെ മുസൽസൽ കോശിഷ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഹാർഡ് വർക്കിംഗ്, പരിശ്രമങ്ങൾ, അതിന് രണ്ടിനും ബഡി അഹമിയത്ത്, വളരെ പ്രാധാന്യമുണ്ട്. ഇസ് പർ ആപ്കി രായെ പേഷ് കീജിയെ. ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ അതെങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കൂ. जिंदगी में कामयाबी हासिल करने के लिए मेहनत और मुसलसल कोशिशों की बड़ी अहमियत है. रोनाल्डो की कामयाबी उनकी मेहनत का फल है. वो बचपन ही से उनके ख्वाब देखा. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ കണ്ടു തുടങ്ങണമെന്നാണ് പറയുന്നത്. കെ ഏക് ദിൻ മേ ഫുട്ബോൾ കാ ബഡാ ഖിലാഡി ബനോ. അതാണ് അദ്ദേഹത്തിന് ഒരു വലിയ ഫുട്ബോൾ പ്ലെയറായിട്ട് മാറ്റിയത്. ഈ ഖ്വാബ് പൂരാ കർണേ കെ ലിയെ വോ ലഗാതാർ കോശിഷ് കിയ. അദ്ദേഹത്തിന് സ്വപ്നം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ആ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള നിരന്തര പരിശ്രമവും അദ്ദേഹം ചെയ്തിരുന്നു. അവർ വോ അപ്പനെ സലാഹിയത്ത് പർ പൂരാ യക്കീൻ ത. തൻ്റെ കഴിവുകളിൽ അദ്ദേഹത്തിന് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ജബ് ഹം മെഹനത്ത് കരേത്തോ, നമ്മൾ എത്രമാത്രം അധ്വാനിക്കുന്നുവോ ഹമേ കാമയാബ് ജറൂർ മിൽത്താ. നമുക്ക് അത്രത്തോളം നമുക്ക് വിജയങ്ങൾ നമുക്ക് കരസ്ഥമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി തൊട്ടടുത്ത് ചോദ്യം നോക്കൂ. ലയണൽ മെസ്സി ദുനിയ കാ മഷഹൂർ ഫുട്ബോൾ ഖിലാഡി ഹെ. ഖയാൽ കീജിയെ കെ वो കേരള में ഫുട്ബോൾ खेलने आ रहे हैं. കേരളത്തിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. നമ്മളോട് ഗസ് ചെയ്യാൻ പറയാണ്. അഗർ ആപ്കോ ഉൻസെ മിൽനെ കാ മൗഖി മിലാത്തോ. നിങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ക്യാ ക്യാ സവാലാത്ത് തയ്യാർ കീജിയെ. അപ്പോൾ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 ചോദ്യങ്ങളാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ തയ്യാറാക്കിയിരുന്ന ചോദ്യങ്ങളൊന്ന് നോക്കും. ഹം ബച്ചോം കെ ലിയെ ആപ്കെ നസീഹത്ത് ക്യാ ഹെ. ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് താങ്കളുടെ ഉപദേശം എന്താണ്? ആപ്കെ റോൾ മോഡൽ കോൻ ഹെ. നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? ആപ്കി ഫുട്ബോൾ ജിന്ദഗിക്ക് ഏക് യാദ്ഗാർ വാക്യ ബയാൻ കീജിയെ. നിങ്ങളുടെ ഫുട്ബോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവം വിവരിക്കാമോ? അച്ഛാ ഫുട്ബോൾ ഖിലാഡി ബന്നേ കെ ലിയെ സബ്സെ അഹം ബാത്ത് ക്യാ ഹെ. നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്താണ് അതിലേറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം? കേരള കി ഫുട്ബോൾ ഖേൽനെ പർ ആപ്കാ രായ ക്യാ ഹെ. ഈ കേരളത്തെ ഫുട്ബോൾ കളിയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ ഫുട്ബോൾ കളിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. പക്ഷേ ഈ ഒരു ചോദ്യവും ചില കുട്ടികൾക്കൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല. ആൻസർ ഷീറ്റ് നോക്കിയപ്പോൾ മനസ്സിലായത് ഈ ചോദ്യത്തിന്റെ രീതി മനസ്സിലാക്കിയുള്ള കുറേ പേര് മെസ്സിയെ കുറിച്ചിട്ട് എഴുതിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില ചോദ്യങ്ങളൊക്കെ മക്കൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത എക്സാമിനെ നമ്മൾ വരവേൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതേപോലെയുള്ള പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ നടന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എഴുതി പഠിക്കുക തന്നെ വേണം. ഇനി എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ പഠിക്കുന്ന രീതിയും ചോദ്യം വരുന്ന രീതിയും രണ്ടാണ് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വായിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ശുക്രിയ.